ഹലോ, അപ്പോൾ അതേ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണം. പിന്നെ അവിടെ 1-2 സ്ഥലങ്ങളിലൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. നമ്മളെ കുറച്ച് കൂട്ടുകാരുണ്ട്, പിന്നെ ഞാൻ, അങ്ങനെയാണ് പോകുന്നത്. വീട്ടുകാരൊന്നുമില്ല, കൂട്ടുകാർക്കൊപ്പം. ഒരു 14 പേരാണ് ഞങ്ങൾ മൊത്തം ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിത് ശനിയാഴ്ച രാത്രി ഒരു 9:30 യാത്രയായിട്ടുണ്ട്. എല്ലാവരും വണ്ടിയിലൊക്കെ കയറി. ഇനി 2 പേരെയും കൂടിയും പോണ വഴിയിൽ എടുക്കണം. അപ്പോൾ അതേ ഇത്രയും ആൾക്കാരാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം. കൊമ്പുകുരുക്കി കൈതരനായി മടമ്പാടോടെ കരിമ്പുകുമത്തുതിരിമ്പി വിളിക്കും അയ്യയ്യേ മച്ചമ്പിയേ നാടറിഞ്ഞേ കൊച്ചമ്പിയേ അയ്യയ്യേ മച്ചമ്പിയേ എല്ലാവർക്കും വിശപ്പൊക്കെ ആയി. നമ്മളൊരു എറണാകുളം കഴിയാറായപ്പോഴാണ് കേട്ടോ വിശപ്പായി. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ആവശ്യമുള്ള ഫുഡൊന്നും കിട്ടിയില്ല. അവിടെ നിന്ന് ഒരു കട്ടൻ ചായയും ഒരു സ്നാക്സൊക്കെ വാങ്ങിച്ചു, ചിലവരൊക്കെ കഴിച്ചു. അങ്ങനെ വിശപ്പ് മാറാണ്ട് ഇങ്ങനെ റോട്ടിൽ കൂടി പ്രാന്തളകിയ പോലെ നടക്കുകയാണ് എല്ലാവരും. അവിടെ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ പോയി ഇരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും വീണ്ടും വണ്ടിയിൽ കയറി നല്ല ഉറക്കമായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് റൂമിൽ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും പഞ്ചമിക്കും ഓരോ കട്ടൻ ചായ കുടിക്കണം എന്നൊരാഗ്രഹം വന്നു. അങ്ങനെ ഞാനും പഞ്ചമിയും കൂടി റോട്ടിലിറങ്ങി നോക്കിയപ്പോൾ അവിടെ ഒറ്റ കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട്, ഇവിടെയുള്ള കടകളൊക്കെ തുറക്കണമെങ്കിൽ 5 മണിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പഞ്ചമിയും കൂടി വെറുതെ കുറച്ചിടെ അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ ചെറിയൊരു ആൾക്കൂട്ടം കണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി അവിടെ ഉണ്ടെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ഞാനും പഞ്ചമിയും കൂടി ഒരേ കട്ടൻ ചായ കുടിച്ചിട്ടാ. ഞാനും പഞ്ചമിയും കൂടി കട്ടൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് പേര് കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഞങ്ങൾ പെണ്ണുങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വേഗം ഞങ്ങൾ കുളിച്ച് ഓരോരുത്തരായിട്ട് സെറ്റ് കൊണ്ട് കൊടുക്കലും അതിനൊക്കെ അങ്ങോട്ട് ഇവിടെയൊക്കെ സഹായിച്ച് പിടിച്ച് ഞാനും കുറച്ച് വൈകി പോയിട്ട് ലാസ്റ്റ് അങ്ങനെ കുറച്ച് ചീത്തൊക്കെ കേട്ടിട്ട് ഒരു 6:45 നമ്മൾ അമ്പലത്തിൽ കയറി. പിന്നെ തൊഴുത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ 10 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും വിശന്നിട്ട് അങ്ങനെ ഒരു കടയൊക്കെ തപ്പിപ്പിടിച്ച് കയറി. ഒരു നെയ് റോസ്റ്റൊക്കെ പറഞ്ഞു. അത് പറഞ്ഞത് കിട്ടാൻ തന്നെ താമസിച്ചിട്ടാ. അപ്പോഴേക്കും എല്ലാവർക്കും വിശന്നിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അങ്ങനെ അത് കിട്ടണവരെ കാത്തൊക്കെ ഇരുന്നു. കുറച്ച് പേർക്ക് കിട്ടി. അത് കഴിച്ച് കഴിയുമ്പോഴേക്കാണ് അടുത്ത ആൾക്കാർക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടാ. അങ്ങനെ പിന്നെ കുറച്ച് നമ്മൾ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, നല്ല വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ തെക്ക് വശത്ത് കൂടിയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം കിട്ടിയിരുന്നില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പോയി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ട്, പക്ഷേ ഭയങ്കര വെയിലായിരുന്നു അവിടെ. നമുക്ക് സഹിച്ച് നിൽക്കാൻ പറ്റില്ല, അത്രമാത്രം വെയിലായിരുന്നു. എന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ സൈഡിൽ കുറച്ച് കച്ചവടക്കാരുണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ അവിടെ. അപ്പോൾ അവിടേക്കുള്ള റോഡ് എന്ന് പറയുന്നത് കുത്തനെയുള്ള റോഡാണ്. നമ്മൾ ശരിക്കും മുൻനിർത്തി വീഴാൻ പോകുന്നത് ഒന്ന രീതിയിലുള്ള റോഡാണ് കേട്ടോ അവിടെ.
അവിടുത്തെ കടലിൻ്റെ ഭംഗിയാണ് കേട്ടോ ഈ കാണുന്നത്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. നമ്മൾ കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്, കടലിങ്ങനെ താഴെ. അപ്പം അവിടേക്ക് ആരും ഇറക്കണമെന്നില്ല കേട്ടോ, കടലിലേക്ക് ആരും ഇറങ്ങിയിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ അവിടെ കുറേ അകലെ സായിപ്പുമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അകലെ. അടുത്തായിട്ട് ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല വെയിലത്താണ് ഞങ്ങൾ പോയത് അവിടേക്ക്. പക്ഷെ കടലിൻ്റെ ഭംഗി കണ്ട് ഇങ്ങനെ നോക്കി നിന്നു. എത്ര പേരാ? തന്നെ വീണേനെ. അങ്ങനെ ശിവക്ഷേത്രത്തിൽ രേഷ്മയും അനീഷും കൂടിയിട്ട് തൊട്ടിൽ കെട്ടാൻ പോണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് ഒരു ഭാര്യയും ഭർത്താവും തൊട്ടിൽ കെട്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ പ്രസാദമായിട്ടില്ലാത്ത കാരണം കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രേഷ്മനോട് പറഞ്ഞു, അനീഷ് ഉള്ളതല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തോട്ടാന്ന് പറഞ്ഞപ്പോൾ രേഷ്മ അനീഷും കൂടിയിട്ട് തൊട്ടിൽ കെട്ടാൻ നിന്നതാട്ടാ. അപ്പോൾ ഒരുപാട് തൊട്ടിലൂടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴാണ് നമുക്ക് അവിടെ വെച്ചിട്ട് ഒരാഗ്രഹം തോന്നി ചെയ്തത്. ചേച്ചി അത് ഊര, പക്ഷെ അത് ഊര നേരെ എടുത്തിടുക കഴിഞ്ഞു.
ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കൂ. ഫോട്ടോല്ല വീഡിയോ ഏ വീഡിയോ വീഡിയോ ഇങ്ങനെ ഇങ്ങോട്ട് ബാക്ക് നമുക്ക് ഇങ്ങനെ കിടക്കാം. ക്ഷീണിച്ച് വെള്ളം കുടിക്കുന്നു. കണ്ടില്ല ഇവിടെ പോവല്ലേ ഞാൻ മറ്റേ ശിവൻ അമ്പലത്തിൽ നിന്ന് വന്ന് ബോട്ടിങ്ങിൻ്റെ അവിടേക്കാണ് കേട്ടോ നേരെ പോയത്. പൂവാർ ബോട്ടിങ്. അങ്ങനെ അവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറി എല്ലാവരും കേട്ടോ. സെറ്റ് എന്തൊക്കെ ഇല്ലായിരുന്നു അതൊക്കെ മാറ്റി മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോകാനായിട്ട് നിന്നു. ഒരാൾക്ക് 500 രൂപയാണ് കേട്ടോ ബോട്ടിങ്ങിന്. അങ്ങനെ ബോട്ടിൽ ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളിതേ ആനപ്പാറ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ആന കിടക്കണ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അപ്പുറത്ത് കടലാണ് ഇത്. അപ്പോൾ അതൊരു ദ്വീപാണ് കേട്ടോ. അവിടെ നമുക്ക് കുതിര സവാരി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. പക്ഷെ ഞങ്ങളാരും അവിടെ ഇറങ്ങിയില്ല കേട്ടോ. കാരണം സമയം വൈകിയിരുന്നല്ലോ. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങിയില്ല കേട്ടോ. കടലും കാര്യം ചേർന്നിട്ടില്ല. ഇവിടെയാണ് ജോയിന്റ് ആവുന്നത്. ഇവിടെയാണ് ഇവിടെ മുറിച്ചു വിടുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വന്നത് കോവളം ബീച്ചിലേക്കാണ് കേട്ടോ. ഇതാണ് ആ വിശാലമായ കോവളം ബീച്ച്. ഞാനിവിടേക്ക് ആദ്യമായിട്ട് വന്നതാട്ടാ. അതിന് കൂടെയുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടേക്ക്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇഷ്ടം അങ്ങനെ തോന്നിയുമില്ല. ഇതാ കാണുന്ന റിസോർട്ട് വേണ്ട, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടന്നിരുന്നു ലൈറ്റുകളൊക്കെ ഇട്ടിട്ട്, അത് കാണാൻ മാത്രം ഭംഗിയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കടപ്പുറത്ത് പ്രത്യേകിച്ച് ഭംഗിയൊന്നും തോന്നിയൊന്നുമില്ല. ഇങ്ങനെ ഒരു കടപ്പുറം, അവിടെ കുറേ ആൾക്കാരിങ്ങനെ കുളിക്കുന്നൊക്കെ ഉണ്ട് താങ്കൾ. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോയിട്ടില്ല കേട്ടോ, ആരും പോയില്ല. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു എന്നല്ലാണ്ട്. അങ്ങനെ ഇതേ നമ്മൾ തിരിച്ച് പോരാൻ പോവാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറാൻ പോവാണ്. അപ്പോൾ ഒരു സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ബൈ.